കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എൻജിൻ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ കമ്പോണൻസിനെ പറ്റിയായിരുന്നു ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പാർട്ട്. എൻജിൻ വാട്ടർ ജാക്കറ്റിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കാൻ പോകുന്നത്. സ്ലൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വാട്ടർ ജാക്കറ്റ് എൻജിൻ്റെ സിലിണ്ടർ ബ്ലോക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാണ് വാട്ടർ ജാക്കറ്റ്? എൻജിൻ സിലിണ്ടർ ബ്ലോക്കിൽ സിലിണ്ടറിനും അല്ലെങ്കിൽ സിലിണ്ടർ സ്ലീവിനും എറൗണ്ടായിട്ട് കാണുന്ന ചെറിയ അറകളെ പറയുന്ന പേരാണ് വാട്ടർ ജാക്കറ്റ്. സിലിണ്ടർ ബ്ലോക്കിൽ മാത്രമേ ഉള്ളൂ വാട്ടർ ജാക്കറ്റ്? അല്ല, എൻജിൻ്റെ സിലിണ്ടർ ഹെഡിലും വാട്ടർ ജാക്കറ്റ് ഉണ്ട്. ഇതെവിടെയാണ്? വാൽവുകൾക്ക് എറൗണ്ടായിട്ടും അല്ലെങ്കിൽ കമ്പഷൻ ചേമ്പറിന് ചുറ്റും ഈ വാട്ടർ ജാക്കറ്റുകളെ നമുക്ക് അവിടെ കാണാവുന്നതാണ്. എ വാട്ടർ ജാക്കറ്റ് ഈസ് എ വാട്ടർ ഫിൽഡ് കേസിംഗ് സറൗണ്ടിങ് ദ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ഹെഡ്. ഓക്കെ, സിലിണ്ടർ ബ്ലോക്കിനും സിലിണ്ടർ ഹെഡിനും സിലിണ്ടർ സ്ലീവിന് എറൗണ്ടായിട്ടും സിലിണ്ടർ ഹെഡിൽ വാൽവിനും കമ്പഷൻ ചേമ്പറിനും എറൗണ്ടായിട്ട് കാണുന്ന ജല അറകളെ പറയുന്ന പേരാണ് വാട്ടർ ജാക്കറ്റ്. ഈ വാട്ടർ ജാക്കറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താണ്? വാട്ടർ കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൂളൻറ്റിനെ കളക്ട് ചെയ്ത് നിർത്തുക. അപ്പം വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ മാത്രമേ നമുക്ക് വാട്ടർ ജാക്കറ്റ് ആവശ്യമുള്ളൂ. എയർ കൂളിംഗ് ഉപയോഗിക്കുന്ന എഞ്ചിനുകളിലാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. തെർമോസ്റ്റാറ്റ് വാൽവ്. ഡയഗ്രാമിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഒരു തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ രൂപം. എന്താണ് തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ആവശ്യകത? ഇറ്റ് അലോസ് ദ ഫ്ലോ ഓഫ് കൂളന്റ് ടു റേഡിയേറ്റർ ഓൺലി വെൻ വർക്കിംഗ് ടെമ്പറേച്ചർ ഈസ് അറ്റൈൻഡ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ എൻജിൻ. അതായത് നമ്മൾ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ റേഡിയേറ്ററിൽ നിന്നും കൂളന്റ് വാട്ടർ പമ്പ് വഴി എൻജിൻ വാട്ടർ ജാക്കറ്റിലേക്ക് എത്തുന്നു. ഈ വാട്ടർ ജാക്കറ്റിലേക്ക് എത്തുന്ന ഈ കൂളന്റ് ഉടൻ തന്നെ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് പ്രവേശിക്കത്തില്ല, അല്ലെങ്കിൽ റേഡിയേറ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. എന്താ കാരണം? റേഡിയേറ്ററിനുള്ളിലേക്ക് ഫ്ലോ ചെയ്യാതെ ഈ കൂളന്റിനെ കുറച്ച് നേരം തടഞ്ഞു നിർത്തേണ്ട ആവശ്യകതയുണ്ട്. ഇങ്ങനെ റേഡിയേറ്ററിലേക്ക് പോകാതെ ഈ കൂളന്റിനെ തടഞ്ഞു നിർത്തുന്നത് തെർമോസ്റ്റാറ്റ് വാൽവാണ്. എപ്പോൾ വരെ ഇത് തടഞ്ഞു നിർത്തും? എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത് വരെ. അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ എൻജിൻ ആർജിക്കുന്നത് വരെ ഈ കൂളന്റ് റേഡിയേറ്ററിലേക്ക് ഫ്ലോ ചെയ്യാതെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവാണ്. ഇങ്ങനെ തടഞ്ഞു നിർത്തുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇറ്റ് ഹെൽപ്സ് എൻജിൻ ടു അറ്റൈൻ ദ വർക്കിംഗ് ടെമ്പറേച്ചർ ക്വിക്ക്ലി. എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ എൻജിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ തെർമോസ്റ്റാറ്റ് വാൽവ് ഈ കൂളന്റിനെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് മൗണ്ടഡ് ഇൻ ദ വാട്ടർ ഔട്ട്ലെറ്റ് ഓഫ് ദ എൻജിൻ. എവിടെയാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ഫിറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്? എൻജിൻ്റെ വാട്ടർ ഔട്ട്ലെറ്റിലാണ്. എന്താണ് വാട്ടർ ഔട്ട്ലെറ്റ്? എൻജിനിൽ നിന്നും ഹോട്ട് വാട്ടർ റേഡിയേറ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഭാഗമാണ് എൻജിൻ്റെ വാട്ടർ ഔട്ട്ലെറ്റ്. ആ വാട്ടർ ഔട്ട്ലെറ്റിലാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ മേജർ ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മേജർ ഫംഗ്ഷൻ? എൻജിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത് വരെ എൻജിനിലേക്ക് ഈ കൂളന്റിനെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുക. ശേഷം തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയിക്കൊണ്ട് റേഡിയേറ്ററിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കുക. അതുവഴി എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിനെ എത്തിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിക്കാൻ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് സഹായിക്കുന്നു. ഇറ്റ് ആൾസോ അവോയ്ഡ് ഓവർ കൂളിംഗ് ഓഫ് എൻജിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻജിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് കൊണ്ടുള്ള വേറൊരു ഉപയോഗമാണ് എൻജിൻ ഓവർ കൂളിംഗ് ആകാതെ സഹായിക്കുന്നു. എന്താണ് ഓവർ കൂളിംഗ്? നമ്മൾ ആദ്യമേ പഠിച്ചു. എൻജിൻ്റെ കൂളിംഗ് സിസ്റ്റം എൻജിനിൽ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻജിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എൻജിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, എൻജിനെ എല്ലാം ബേസിക് നമ്മൾ ഹീറ്റ് എൻജിൻ എന്നാണല്ലോ പറയുന്നത്. ഹീറ്റ് എനർജി കൊണ്ടാണല്ലോ ഈ എൻജിൻ പ്രവർത്തിക്കുന്നത്. ആ ഹീറ്റ് എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻജിൻ ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടാകുന്നതിനും എൻജിൻ്റെ എഫിഷ്യൻസി കൂടുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ കുറയാൻ, അല്ലെങ്കിൽ എൻജിൻ ഓവർ കൂളിംഗ് ആകാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് എൻജിൻ ഓവർ കൂളിംഗ് ആകുന്നത്. അപ്പോൾ എൻജിൻ ഓവർ കൂളിംഗ് ആകാതെ തടയണമെങ്കിൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് വേണം. ഏതെങ്കിലും കാരണവശാൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ എൻജിൻ ഓവർ കൂളിംഗ് ആകാം, അല്ലെങ്കിൽ എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ പെട്ടെന്ന് വർദ്ധിക്കാൻ സഹായമല്ലാതെ വരും, അല്ലെങ്കിൽ റേഡിയേറ്ററിനുള്ളിലേക്കുള്ള കൂളന്റിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താതെ വരും. അപ്പം ഈ തെർമോസ്റ്റാറ്റ് വാൽവ് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് കൂളിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്. There are two types of thermostat valve. രണ്ട് തരത്തിലുള്ള തെർമോസ്റ്റാറ്റ് വാൽവ് ഉള്ളതായിട്ട് പറയുന്നു. ഫസ്റ്റ് വൺ ബെല്ലോസ് ടൈപ്പ്, സെക്കൻഡ്ലി വാക്സ് പെല്ലറ്റ് ടൈപ്പ്. ഇവിടെ വാക്സ് പെല്ലറ്റ് ടൈപ്പ് എന്ന് പറയുന്ന തെർമോസ്റ്റാറ്റ് വാൽവാണ് നമ്മൾ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഇന്ന് ഉപയോഗിച്ച് വരുന്നത് വാക്സ് പെല്ലറ്റ് ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവാണ്. ബെല്ലോസ് ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് വാക്സ് പെല്ലറ്റ് തെർമോസ്റ്റാറ്റ് വാൽവാണ്. ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗറിൽ ക്ലോസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, എൻജിൻ ബിലോ ടെമ്പറേച്ചർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതോ ഓപ്പൺ, എൻജിൻ അറ്റ് ടെമ്പറേച്ചർ. അതായത് തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ എപ്പോഴാണ്? എൻജിൻ്റെ ടെമ്പറേച്ചർ ബിലോ ആണ്, അല്ലെങ്കിൽ എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ ബിലോ ആണ്. രണ്ടാമത്തെ പോയിന്റിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴോ എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്താണ് ഉയർന്നു കഴിഞ്ഞു, എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓപ്പൺ ആകുമ്പോൾ രണ്ടാമത്തെ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആവുന്ന സമയത്ത് തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആകുന്ന സമയത്ത് ഹോട്ട് വാട്ടർ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തെർമോസ്റ്റാറ്റ് വാൽവ് അടഞ്ഞിരിക്കുന്ന സമയത്ത് ഈ കൂളൻ്റ് റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം തെർമോസ്റ്റാറ്റ് വാൽവ് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കൂളൻ്റ് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? താഴേക്ക് ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഈ താഴേക്കുള്ള ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് ബൈപാസ് റീസർക്കുലേഷൻ എന്ന് പറയും. എന്താണ് ബൈപാസ് റീസർക്കുലേഷൻ? തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ ഉയരാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂളൻ്റ് ഒരിക്കലും റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. ആ സമയത്ത് ഇവിടെ എക്സസ് ആയിട്ടുള്ള പ്രഷർ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കൂളൻറ്റിനെ ഒരു ബൈപ്പാസ് ലൈൻ വഴി സർക്കുലേറ്റ് ചെയ്യും, റീസർക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് ബൈപ്പാസ് പോർട്ട് എന്ന് പറയും. രണ്ടാമത്തെ ഫിഗറിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ബൈപ്പാസ് പോർട്ട് അടഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ഫിഗറിൽ ബൈപ്പാസ് പോർട്ട് തുറന്നിരിക്കുകയാണ്. കാരണം എന്താ? തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കുന്നതും ക്ലോസ് ആയിട്ടിരിക്കുന്നതുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എൻജിൻ്റെ റേഡിയേറ്ററിൽ ഏറ്റവും മുകളിലൊരു അടപ്പുണ്ട്. ഈ അടപ്പിനെ നമ്മൾ വെറും ക്യാപ്പ് എന്നല്ല പറയുന്നത്, പ്രഷർ ക്യാപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പ്രഷർ ക്യാപ്പ് എന്ന് പറയാൻ കാരണം? റേഡിയേറ്ററിനുള്ളിലെ പ്രഷറിനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് റേഡിയേറ്ററിനുള്ളിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിനെ കീപ്പ് ചെയ്യാൻ ഈ ക്യാപ്പ് കൊണ്ട് സഹായിക്കും. ഈ ക്യാപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ കോൺസ്റ്റൻറ്റ് ഹൈ പ്രഷർ ഇൻ ദ കൂളിംഗ് സിസ്റ്റം വിച്ച് ഇൻക്രീസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എൻജിൻ കൂളൻ്റ്. അതായത് റേഡിയേറ്ററിലെ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിലെ പ്രഷറിനെ ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതോടൊപ്പം കൂളൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനെ ഹൈ ചെയ്യാൻ അല്ലെങ്കിൽ ഉയർത്താനും നമുക്ക് ഈ പ്രഷർ ക്യാപ്പ് കൊണ്ട് സാധിക്കും. ഇറ്റ് ഹാസ് 2 വാൽവ്സ്, പ്രഷർ വാൽവ് ആൻഡ് വാക്വം വാൽവ്. ഒരു റേഡിയേറ്ററിൻ്റെ പ്രഷർ ക്യാപ്പിൽ 2 തരത്തിലുള്ള വാൽവുകളുണ്ട്. ഒന്നാമത്തെ വാൽവിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ വാൽവ് എന്നും രണ്ടാമത്തെ വാൽവിനെ നമ്മൾ പറയും വാക്വം വാൽവ് എന്നും പറയും. പ്രഷർ വാൽവ് മെയിൻറ്റെയിൻസ് ദ പ്രഷർ ഇൻ ദ സിസ്റ്റം. ഇറ്റ് ഓപ്പൺസ് ടു റിലീസ് ദ കൂളൻ്റ് ടു എക്സ്പാൻഷൻ ടാങ്ക്. അതായത് ഒന്നാമത്തെ വാൽവായിട്ടുള്ള പ്രഷർ വാൽവ് എന്താണ് ചെയ്യുന്നത്? കൂളിംഗ് സിസ്റ്റത്തിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് ഓപ്പൺസ് ടു റിലീസ് ദ കൂളൻ്റ് ടു എക്സ്പാൻഷൻ ടാങ്ക്. ഓക്കെ, ഈ പ്രഷർ വാൽവ് റേഡിയേറ്ററിനുള്ള പ്രഷർ എക്സസ് ആവുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുകയും അധികം വരുന്ന പ്രഷറും അല്ലെങ്കിൽ കൂളൻറ്റിനെയും എന്ത് ചെയ്യുന്നു? ഒരു എക്സ്പാൻഷൻ ടാങ്ക് എന്ന് പറയുന്ന ടാങ്കിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. വാക്വം വാൽവ് ഓപ്പൺസ് ടു അലോ ദ ഫ്ലോ ഓഫ് കൂളൻ്റ് ബാക്ക് ടു റേഡിയേറ്റർ വെൻ എൻജിൻ കൂൾസ് ഡൗൺ. അതായത് എൻജിൻ തണുത്തിരിക്കുന്ന സമയത്ത് ഈ പ്രഷർ ക്യാപ്പിലെ വാക്വം വാൽവ് ഓപ്പൺ ചെയ്യുകയും ഈ റേഡിയേറ്ററിൽ നിന്നും നഷ്ടപ്പെട്ട കൂളൻറ്റിനെ എന്ത് ചെയ്യുന്നു? തിരിച്ച് എൻജിനിലേക്ക് തിരിച്ച് പിടിക്കുകയും അല്ലെങ്കിൽ റേഡിയേറ്ററിലേക്ക് തിരിച്ച് സക്ഷൻ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്രഷർ ക്യാപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റേഡിയേറ്ററിലെ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിലെ പ്രഷറിനെ ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ കീപ്പ് ചെയ്യുക. ഇങ്ങനെ എൻജിൻ്റെ കൂളൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനെ ഉയർത്താൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് 2 വാൽവുകളാണേ ഉള്ളത്, ഒരു പ്രഷർ വാൽവും വാക്വം വാൽവും. അതായത് എൻജിനിലെ റേഡിയേറ്ററിലെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഉയരുന്ന സമയത്ത് ഇവിടുത്തെ പ്രഷറും എക്സസ് ആകുന്നു. അപ്പോൾ ഒരു ലിമിറ്റഡ് പ്രഷറേ നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ പ്രഷർ ക്യാപ്പിലെ പ്രഷർ വാൽവ് ഓപ്പൺ ചെയ്തുകൊണ്ട് റേഡിയേറ്ററിൽ കൂളൻ്റ് ബോയിലിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റീമിനെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ചെറിയൊരു പാസേജ് അവിടെ കാണിച്ചിട്ടുണ്ട്. ടു ബ്ലീഡ് ഹോസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ ബ്ലീഡ് ഹോസ് വഴി നേരെ ഒരു ടാങ്കിലേക്ക് എത്തിച്ചു കൊടുക്കും. ആ ടാങ്കിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ടാങ്ക് അഥവാ റിക്കവറി ടാങ്ക് എന്ന് പറയും. അപ്പോൾ ഈ എക്സ്പാൻഷൻ ടാങ്കിലേക്ക്
കൂളൻ്റ് എന്താ ഹീറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റീം ആവുന്ന സമയത്ത് ഇതിനകത്തേക്ക് കളക്ട് ചെയ്യുന്നു. ദെൻ എൻജിൻ തണുത്തിരിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ വാൽവായിട്ടുള്ള വാക്വം വാൽവ് ഓപ്പൺ ചെയ്യുകയും ഈ നഷ്ടപ്പെട്ട സ്റ്റീം അവിടെ എന്താ കൂളൻ്റായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കൂളൻറ്റിനെ തിരിച്ച് എൻജിൻ്റെ റേഡിയേറ്ററിലേക്ക് വീണ്ടും റീകളക്ട് ചെയ്യുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ റീസക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. ഈ പ്രഷർ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എൻജിൻ ഹോട്ടായിട്ടിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഈ റേഡിയേറ്ററിൻ്റെ പ്രഷർ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വളരെ പ്രഷറൈസ് ആയിട്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ആണിത്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോയിലിംഗ് വാട്ടർ അല്ലെങ്കിൽ ചൂടായിട്ടിരിക്കുന്ന തിളച്ച വെള്ളം നമ്മുടെ മുഖത്തേക്കോ അല്ല നമ്മുടെ ശരീരത്തേക്കോ ഒക്കെ തെറിക്കാനുള്ള ഹൈ പ്രഷറിൽ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എഞ്ചിൻ ഹോട്ടായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. റേഡിയേറ്ററിൻ്റെ പ്രഷർ ക്യാപ്പിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു വാർണിംഗ് പോലെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഡോണ്ട് ഓപ്പൺ വൈൽ ദ എഞ്ചിൻ ഈസ് വർക്കിംഗ് ഓർ വൈൽ ദ എഞ്ചിൻ ഈസ് ഹോട്ട് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. പ്രഷർ ക്യാപ്പ് ഓപ്പറേഷനാണ് ഇവിടെ കാണിച്ചത്. അതായത് പ്രഷർ ക്യാപ്പിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന വാക്വം വാൽവിൻ്റെ ഓപ്പറേഷനും രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പ്രഷർ വാൽവിൻ്റെ ഓപ്പറേഷനുമാണ്. ഓക്കെ, അപ്പം പ്രഷർ വാൽവ് ഓപ്പൺ ചെയ്തിരിക്കുന്നതും ക്ലോസ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഫിഗറുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ ഫിഗർ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കാം, വാക്വം വാൽവ് ഓപ്പറേഷനാണ്. ആ സമയത്ത് എക്സ്പാൻഷൻ ടാങ്കിൽ നിന്ന് കൂളൻ്റ് റേഡിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നതാണ്. അകത്തുനിന്ന് റേഡിയേറ്ററിനുള്ളിലേക്ക് പ്രഷർ ക്യാപ്പ് വഴി തുറന്നിരിക്കുന്ന വാക്വം വാൽവ് വഴി റേഡിയേറ്ററിനുള്ളിലേക്ക് കൂളൻ്റ് തണുത്തിരിക്കുന്ന സമയത്ത് പ്രവേശിക്കുന്നതാണ് കാണുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ പ്രഷർ വാൽവിൻ്റെ ഓപ്പറേഷനാണ്. എപ്പോഴാണ് പ്രഷർ വാൽവ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാം. പ്രഷർ വാൽവ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് റേഡിയേറ്ററിനകത്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്തു അല്ലെങ്കിൽ എക്സസ് പ്രഷർ ഉണ്ടായി. ആ പ്രഷർ മൂലം ഉണ്ടാകുന്ന സ്റ്റീംഡ് വാട്ടർ അല്ലെങ്കിൽ നീരാവി നേരെ എന്ത് ചെയ്യുന്നു ഓവർഫ്ലോ ലൈൻ വഴി നേരെ എക്സ്പാൻഷൻ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം വാക്വം വാൽവിൻ്റെയും പ്രഷർ ക്യാപ്പിൻ്റെയും ഓപ്പറേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. രണ്ട് വാൽവുകളും ഓപ്പൺ ചെയ്തിരിക്കുന്നതും ക്ലോസ് ചെയ്തിരിക്കുന്നതും കമ്പയർ ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രഷർ ടെസ്റ്റിംഗ് ആണ്. അതായത് റേഡിയേറ്ററിൻ്റെ പ്രഷർ ഏതെങ്കിലും രീതിയിൽ ലീക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രഷർ ഏതെങ്കിലും രീതിയിൽ ലീക്ക് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം റേഡിയേറ്ററിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഭാഗത്തിന് ലീക്കേജസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ ഡ്രോപ്പ് ആവും. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന ആ ടെസ്റ്റർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് റേഡിയേറ്റർ പ്രഷർ ടെസ്റ്റർ. എന്താണ് റേഡിയേറ്റർ പ്രഷർ ടെസ്റ്റർ? ലീക്കേജ് ഇൻ കൂളിംഗ് സിസ്റ്റം ക്യാൻ ബി ചെക്ക്ഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് ക്യാപ്പ് പ്രഷർ ടെസ്റ്റർ. ഈ ടെസ്റ്ററിൻ്റെ സഹായത്താൽ നമുക്ക് എഞ്ചിൻ്റെ റേഡിയേറ്ററിൻ്റെ ലീക്കേജസ് മനസ്സിലാക്കാം. റിമൂവ് ദ റേഡിയേറ്റർ ക്യാപ്പ് ആൻഡ് ഫിക്സ് ദ ടെസ്റ്റർ. അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ റേഡിയേറ്ററിൻ്റെ പ്രഷർ ക്യാപ്പിനെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് ഈ പ്രഷർ ക്യാപ്പിനകത്തെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു യൂണിറ്റ് ഒരു ക്യാപ്പ് നമ്മുടെ ഈ ടെസ്റ്ററിനകത്തുണ്ട്. ആ ക്യാപ്പിലെ ടെസ്റ്റർ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുക. പമ്പ് ദ പ്ലഞ്ചർ ആൻഡ് ഒബ്സർവ് ദ ഗേജ്. ഒരു പ്രഷർ ഗേജ് കാണാം. അതോടൊപ്പം തന്നെ ഒരു പ്ലഞ്ചർ ബാരൽ അസംബ്ലി നമുക്ക് കാണാം. നമ്മുടെ സൈക്കിൾ പമ്പ് പോലെ ഇരിക്കുന്ന ഒരു യൂണിറ്റ്. അതിനകത്ത് ആ പ്ലഞ്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം? പമ്പ് ചെയ്ത് ലോഡ് ചെയ്യുക. പമ്പ് ചെയ്ത് ലോഡ് ചെയ്യുമ്പോൾ ആ പ്രഷർ ഗേജിനകത്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്ത് കാണിക്കും. ഹോൾഡ് ദ പ്രഷർ ഇഫ് ദ പ്രഷർ ഫാൾസ് ഡൗൺ കാസ് സിസ്റ്റം ലീക്കേജസ്. അപ്പം ഒരു നിശ്ചിത ടൈം ആ വാഹനത്തിൻ്റെ മാനുഫാക്ചർ പറഞ്ഞിരിക്കുന്ന 2 മിനിറ്റ് ആണെങ്കിൽ ആ 2 മിനിറ്റ് സമയം നമ്മൾ ആ പ്രഷറിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഈ പ്രഷർ തനിയെ ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എവിടെയെങ്കിലും ലീക്കേജസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ലീക്കേജസ് അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ലീക്കേജസ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്ററാണ്. ഈ ടെസ്റ്ററിൻ്റെ സഹായത്താൽ നമുക്ക് ലീക്കേജസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് മാനുഫാക്ചേഴ്സും ഒരുപാട് സർവീസ് സെൻറ്റേഴ്സിലും ഇത്തരം പ്രഷർ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ലീക്കേജസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പാൻഷൻ ടാങ്ക് അല്ലെങ്കിൽ കൂളൻ്റ് റിസർവോയർ ആണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. റേഡിയേറ്ററിൻ്റെ പ്രഷർ ക്യാപ്പ് കാണാം. റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്ക് ഭാഗം കാണാം. റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിൽ നിന്നും ബെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കുഴൽ കാണാം. ആ കുഴൽ നേരെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഈ റിക്കവറി ടാങ്കിലേക്കാണ്. അതായത് നമ്മൾ നേരത്തെ പ്രഷർ ക്യാപ്പ് പഠിച്ചപ്പോഴേ പറഞ്ഞു, റേഡിയേറ്ററിൻ്റെ പ്രഷർ വാൽവുകളും വാക്വം വാൽവും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റീംഡ് വാട്ടർ വെളിയിലേക്ക് പോകുന്നു. അതിനെ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടാങ്കാണ് എക്സ്പാൻഷൻ ടാങ്ക്. അതോടൊപ്പം തന്നെ ഈ സ്റ്റീം തണുത്ത് കഴിയുമ്പോൾ റേഡിയേറ്റർ തണുത്ത് കഴിയുമ്പോഴത്തേക്കും വാക്വം വാൽവ് ഓപ്പൺ ചെയ്യുകയും ഈ നമ്മുടെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലോസ് ആയിട്ടിരിക്കുന്ന കൂളൻറ്റിനെ തിരിച്ച് റേഡിയേറ്ററിലേക്ക് സക്ഷൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സും പഠിച്ചു. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഒരിടത്ത് കീപ്പ് ചെയ്ത് വെക്കാൻ നമുക്ക് ഈ എക്സ്പാൻഷൻ ടാങ്ക് സഹായിക്കുന്നുണ്ട്. ഇറ്റ് കളക്ട്സ് ഓർ സ്റ്റോർ ദ കൂളൻറ്റ് വിച്ച് ഫ്ലോസ് ഔട്ട് ഫ്രം റേഡിയേറ്റർ വെൻ എഞ്ചിൻ ടെമ്പറേച്ചർ ആൻഡ് കൂളൻറ്റ് പ്രഷർ റൈസ്. അതായത് എഞ്ചിൻ്റെ ടെമ്പറേച്ചറും കൂളൻറ്റിൻ്റെ പ്രഷറും ഒക്കെ ഉയരുന്ന സമയത്ത് റേഡിയേറ്ററിൽ നിന്നും സ്റ്റീമിഡ് രൂപത്തിൽ അല്ലെങ്കിൽ സ്റ്റീമിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്ന കൂളൻറ്റിനെ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് എക്സ്പാൻഷൻ ടാങ്ക്. ഇതിനെ വേറൊരു പേര് പറയുന്നത് എന്താണ് പറയുന്നത്?
എക്സ്പാൻഷൻ ടാങ്കിൻ്റെ വേറൊരു പേരാണ് റിക്കവറി ടാങ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ കൂളൻ്റ് റിസർവോയർ എന്നും പറയാം. ഇറ്റ് അലോസ് ദ ഫ്ലോ ഓഫ് കൂളൻ്റ് ബാക്ക് ടു റേഡിയേറ്റർ വെൻ എഞ്ചിൻ കൂൾസ് ഡൗൺ. എഞ്ചിൻ തണുത്തിരിക്കുന്ന സമയത്ത് എഞ്ചിനിലേക്ക് അല്ലെങ്കിൽ വാട്ടർ ജാക്കറ്റും എഞ്ചിനും ഒക്കെ തണുത്തിരിക്കുന്ന സമയത്ത് റേഡിയേറ്ററിനുള്ളിലേക്ക് നമ്മുടെ ഈ എക്സ്പാൻഷൻ ടാങ്കിൽ നിന്നും കൂളൻറ്റിനെ തിരിച്ചെടുക്കാൻ വാക്വം വാൽവിൻ്റെ സഹായത്താൽ സഹായിക്കുന്നു. ഇറ്റ് അവോയ്ഡ് ദ ലോസ് ഓഫ് കൂളൻ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് ടോപ്പ് അപ്പ്. ഇത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് കൂളൻ്റ് ഒരിക്കലും ലോസ് ആകുന്നില്ല, അതുകൊണ്ട് കൂടെ നമുക്ക് കൂളൻറ്റിനെ ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യകതയും വരുന്നില്ല. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് റേഡിയേറ്ററിൻ്റെ എക്സ്പാൻഷൻ ടാങ്ക് അഥവാ പ്രഷർ ടാങ്ക്. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഗേജ് ആണ്. നമുക്ക് ഫെമിലിയർ ആണ് എല്ലാവർക്കും. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ കാണാവുന്ന ഒരു ഗേജ് ആണ്. ഡിഗ്രി ഫാരൻഹീറ്റിലോ ഡിഗ്രി സെൽഷ്യസിലോ ഒക്കെ ആയിരിക്കും ഈ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടെമ്പറേച്ചർ ഓഫ് എഞ്ചിൻ കൂളൻ്റ്. എഞ്ചിൻ്റെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ദിസ് ഗേജ് വിൽ ടെൽ യുവർ കാർ എഞ്ചിൻ കൂളൻ്റ് ഈസ് കോൾഡ്, നോർമൽ ആൻഡ് ഓവർ ഹീറ്റിംഗ്. ഈ ടെമ്പറേച്ചർ ഗേജ് വഴി നമുക്ക് ആ വാഹനത്തിൻ്റെ ഡ്രൈവറെ ബോധ്യപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? എഞ്ചിൻ്റെ ടെമ്പറേച്ചറിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എഞ്ചിൻ്റെ കൂളൻറ്റിൻ്റെ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂളൻ്റ് ഈസ് കോൾഡ്, കൂളൻ്റ് തണുത്തിരിക്കുകയാണെങ്കിൽ അതറിയാം. കൂളൻ്റ് നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ അറിയാം. ഓവർ ഹീറ്റിംഗ്, എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുമ്പോഴും നമുക്ക് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡയൽ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. വാഹനത്തിൻ്റെ പഴയ വാഹനങ്ങളിലൊക്കെ ഡാഷ്ബോർഡ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പോഴത്തെ വാഹനങ്ങളിൽ നമ്മൾ പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്നാണ്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ടൈപ്സ്: അനലോഗ് ടൈപ്പ്, ഡിജിറ്റൽ ടൈപ്പ്. രണ്ട് തരത്തിലുള്ള ടെമ്പറേച്ചർ ഗേജുകളാണ് ഇന്ന് വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത്. ഒന്നാമത്തെ പേര് അനലോഗ് ടൈപ്പാണ്. ഇതേപോലൊക്കെ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു അനലോഗ് ടൈപ്പാണ്. ഒരു സൂചിയുടെ സഹായത്താൽ റീഡിങ് ചെയ്ത് കാണിക്കുന്ന ഒരു സിസ്റ്റമാണ്. രണ്ടാമത്തെ ഡിജിറ്റൽ ടൈപ്പാണ്. അതിനകത്ത് സൂചിയൊന്നും കാണത്തില്ല, ചില ഡിജിറ്റൽ മാർക്കിങ്സ് മാത്രമായിരിക്കും. അതിൻ്റെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ പറ്റും. ഈ ടെമ്പറേച്ചർ ഗേജിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണെങ്കിലും ഇതിൻ്റെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ വാട്ടർ ജാക്കറ്റിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഈ രണ്ട് യൂണിറ്റുകളെയും തമ്മിൽ നമ്മുടെ സ്യൂട്ടബിൾ വയറിംഗ് വഴിയോ അല്ലെങ്കിൽ കണക്ടറുകൾ വഴിയോ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇത് അവിടെ നിന്നുള്ള ആ ഒരു ടെമ്പറേച്ചർ ഈ ഗേജിലേക്ക് അതിൻ്റെ സ്യൂട്ടബിൾ കണക്ടേഴ്സ് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തുവാനും. ഓക്കെ, അപ്പോൾ എഞ്ചിൻ്റെ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസറിനെ പറ്റിയൊക്കെ അടുത്ത ടോപ്പിക്കിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. അതൊക്കെ വഴി നമുക്ക് ഈ ടെമ്പറേച്ചർ ഗേജിൻ്റെ പ്രവർത്തനമൊക്കെ നമുക്ക് നടത്തും. ഓക്കെ, നെക്സ്റ്റ് എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ അഥവാ ECTS അല്ലെങ്കിൽ ECT എന്നൊക്കെ നമ്മൾ പറയും. എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ. എ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ ഈസ് ആൾസോ നോൺ ആസ് CTS ഓർ ECT സെൻസർ. അപ്പം CTS എന്നോ ECT സെൻസർ എന്നോ ആണ് ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും പറയാറുള്ളത്. എഞ്ചിൻ്റെ തെർമോസ്റ്റാറ്റ് വാലിൻ്റെ ഹൗസിങ്ങിലോ അല്ലെങ്കിൽ വാട്ടർ ജാക്കറ്റിൽ എവിടെയെങ്കിലും ആയിരിക്കും, ഹോട്ട് വാട്ടറുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഏതെങ്കിലും ഭാഗത്തായിരിക്കും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവിനെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റാണ് കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ. It is used to measure the temperature to the engine coolant and is given an indication on the instrument cluster through the ECU. ഇപ്പോഴത്തെ വാഹനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എഞ്ചിനുകളിലൊക്കെ ECU അഥവാ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. ഒരു കമ്പ്യൂട്ടർ യൂണിറ്റ് ആണത്. ഈ കമ്പ്യൂട്ടർ യൂണിറ്റിൻ്റെ സഹായത്താൽ എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുന്നു, ഈ ECUയിലേക്ക് ഇത് മോണിറ്റർ ചെയ്യുകയും ECU നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഈ ടെമ്പറേച്ചറിനെ ഗേജ് വഴി ഇൻസ്ട്രുമെൻ്റ് വഴി അത് വളരെ കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദ തെർമോസ്റ്റാറ്റ് ഹൗസിംഗ് ഓഫ് എഞ്ചിൻ. നേരത്തെ പറഞ്ഞു. ദ സെൻസർ ഈസ് സിമിലർ ടു എ തെർമിസ്റ്റർ ബേസ്ഡ് ഓൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ദാറ്റ് എ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ ഫാൻ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, തെർമോസ്റ്റാറ്റിക് സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെയുള്ള ഒരു തെർമിസ്റ്റർ പോലെയുള്ള, അവിടെ ബൈമെറ്റാലിക് സ്ട്രിപ്പായിരുന്നു, ഇവിടെ ഒരു തെർമിസ്റ്റർ ടൈപ്പ് സെൻസറാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. CTS ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു തെർമിസ്റ്റർ സെൻസറിനെയാണ്. ഇത് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിലുണ്ടാകുന്ന വേരിയേഷനാണ്, അതായത് ടെമ്പറേച്ചറുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിലുണ്ടാകുന്ന വേരിയേഷൻ മൂലം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഈ സെൻസറാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന വാഹനങ്ങളിൽ. ഇത് ECUവിൻ്റെ സഹായത്താൽ നമ്മുടെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ ഗേജുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ നമുക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ റീഡ് ചെയ്ത് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഹീറ്റർ കോയിലാണ്. ഇവിടെ ഞാൻ റിങ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഹീറ്റർ കോയിലിൻ്റെ ഡയഗ്രാം. എഞ്ചിൻ്റെ കംപ്ലീറ്റ് കൂളിംഗ് സിസ്റ്റം ഭാഗങ്ങളും അവിടെ കാണിച്ചിട്ടുണ്ട്. എഞ്ചിൻ്റെ റേഡിയേറ്റർ, കൂളിംഗ് ഫാൻ, അതേപോലെ തന്നെ വാട്ടർ പമ്പ്, തെർമോസ്റ്റാറ്റ് വാൽവ് എല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഹീറ്റർ കോയിൽ ഇവിടെ പറയാൻ കാരണം കൂളിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ AC-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണിത്. ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ പാസഞ്ചർ ക്യാബിൻ ത്രൂ വിച്ച് എഞ്ചിൻ കൂളൻ്റ് സർക്കുലേറ്റ്സ് ടു കീപ്പ് ദ പാസഞ്ചർ വാം അപ്പ് വെൻ നീഡഡ്. അതായത് AC-യുടെ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ AC എന്ന് വെച്ച് കഴിഞ്ഞാൽ HVAC എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ ഫുൾ നെയിം? ഹീറ്റിംഗ് ആൻഡ് വെന്റിലേറ്റിംഗ് ടൈപ്പ് എയർ കണ്ടീഷണർ.
അതായത് AC ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പാസഞ്ചേഴ്സിനെ നമുക്ക് തണുപ്പിച്ചാൽ മാത്രം പോരാ, ചില സമയത്ത് പാസഞ്ചേഴ്സിന് നമുക്ക് ചൂട് കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കേണ്ട, ക്യാബിനിൽ നമുക്ക് ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഹീറ്റർ എന്ന് പറയുന്ന ഒരു നോബ് തിരിച്ചുകൊണ്ട് നമുക്ക് ആ പാസഞ്ചേഴ്സിന് നല്ല രീതിയിൽ ഹീറ്റ് കൊടുക്കാം. അത് നമുക്ക് എപ്പോഴും ആവശ്യമില്ലെങ്കിലും നമുക്ക് ഈ കോൾഡ് ക്ലൈമറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ആ റേഡിയേറ്ററിനുള്ള കൂളൻ്റ് വാട്ടറിനെയാണ് ഈ ഹീറ്റർ കോയിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടർ ഈ ഹീറ്റർ കോയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഹോട്ട് വാട്ടറിനെ ഒരു ഫാനിൻ്റെ സഹായത്താൽ, അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ബ്ലോവർ ഫാൻ എന്ന് പറയും. ഈ ഫാനിൻ്റെ സഹായത്താൽ ആ ഹോട്ട് വാട്ടറിൻ്റെ ഹീറ്റിനെ വാഹനത്തിൻ്റെ പാസഞ്ചർ ക്യാബിനിലേക്ക്, അവിടെ ചെറിയ വിൻഡോസ് ഉണ്ടായിരിക്കും, ആ പാസഞ്ചർ ക്യാബിനിലേക്ക് ഈ ഹീറ്റിനെ ഫ്ലോ ചെയ്യിപ്പിച്ചുകൊണ്ട് പാസഞ്ചർ ക്യാബിൻ ഹീറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെയാണ് നമ്മൾ ഹീറ്റർ കോയിൽ എന്ന് പറയും. അപ്പം കൂളിംഗ് സിസ്റ്റത്തിലെ ഹോട്ട് വാട്ടറിനെ എടുത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ബ്ലോവറിൻ്റെ സഹായത്താലായിരിക്കും ഇതിൻ്റെ ഹീറ്റിനെ നമ്മുടെ പാസഞ്ചർ ക്യാബിനിലേക്ക് എത്തിച്ച് വാമപ്പ് ആക്കുന്നത്. ഓക്കെ, അടുത്ത ഡ്രൈനിങ് കൂളിംഗ് സിസ്റ്റം. അപ്പോൾ കൂളിംഗ് സിസ്റ്റം നമുക്ക് ഡ്രൈനിങ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. എപ്പോഴാ? നിശ്ചിത സമയം കഴിയുമ്പോൾ, ഒരു 40,000-50,000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നോർമൽ ഗതിയിൽ നമ്മൾ വാഹനങ്ങളുടെ കൂളൻറ്റിനെ ഡ്രെയിൻ ചെയ്യാറുള്ളത്. അല്ലാത്തപ്പോഴും നമുക്ക് ചെയ്യേണ്ട വരും. എപ്പോഴാ? കൂളിംഗ് സിസ്റ്റമായിട്ട് എന്തെങ്കിലും ട്രബിൾ വരുമ്പോഴും നമ്മൾ ഡ്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മളവിടെ കാണിച്ചിരിക്കുന്നത് റേഡിയേറ്ററിൻ്റെ ബോട്ടം സൈഡാണ്. റേഡിയേറ്ററിൻ്റെ ബോട്ടം സൈഡിൽ അവിടെ കാണിച്ചിട്ടുണ്ട് ഡ്രെയിൻ പ്ലഗ് എന്ന് പറയുന്ന ഒരു പ്ലഗ് ഉണ്ടായിരിക്കും. ആ പ്ലഗിൻ്റെ പല മോഡലുകളാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ആ ഡ്രെയിൻ പ്ലഗിനെ നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കൂളൻറ്റിനെ ഡ്രെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ കൂളൻ്റ് ഡ്രെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. കൂളൻ്റ് ഡ്രെയിനിങ്. എഞ്ചിൻ കൂളൻ്റ് നീഡ്സ് ടു ബി റീപ്ലേസ്ഡ് ആസ് പെർ റെക്കമെൻഡഡ് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഷെഡ്യൂൾ. നേരത്തെ പറഞ്ഞു, പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഷെഡ്യൂളിൽ അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൂളൻറ്റിൻ്റെ ഡ്രെയിനിങ്. ഇഫ് കൂളൻ്റ് അപ്പിയേഴ്സ് ടു ബി ബ്രൗൺ ഇൻ കളർ ഇറ്റ് മസ്റ്റ് ബി റീപ്ലേസ്ഡ്. അപ്പം നമ്മൾ പീരിയോഡിക് ടൈം ഒന്നും നോക്കണ്ട, എപ്പോൾ കൂളൻ്റ് ബ്രൗൺ കളറിലാണ് ആവുന്നോ അപ്പോൾ തന്നെ നമ്മൾ മസ്റ്റായിട്ട് ഡ്രെയിൻ ചെയ്തേക്കണം. അതിന് ടൈമിംഗ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇഫ് കൂളൻ്റ് ഹാസ് ട്രേസസ് ഓഫ് ഓയിൽ ഫർദർ ഡയഗ്നോസിസ് ഇസ് നീഡഡ്. അതായത് കൂളൻറ്റിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഓയിലിൻ്റെ അംശം വല്ലതും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. എഞ്ചിനിൽ ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് കൂളിംഗ് സിസ്റ്റം ഒക്കെ ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. കൂളൻ്റ് ട്രെയിനിങ് പ്രൊസീജിയറാണ്. ഫസ്റ്റ് വൺ, വാം അപ്പ് ദ എഞ്ചിൻ. നെക്സ്റ്റ്, drain the coolant into a suitable coolant container. After draining, refill the proper grade coolant. Start the engine and allow working temperature. Check the leakages if any. After the leakages, put the engine off and let the engine cool completely. After cooling, slowly open the pressure cap. If the coolant level downs, add proper level. Again, start the engine till warm up. Weight of engine cools down and check the coolant level. അപ്പോൾ ഇവിടെ കൂളൻ്റ് ഡ്രെയിനിങ് പ്രൊസീജിയറാണ് തന്നിരിക്കുന്നത്. ഒന്നുമില്ല, കൂളൻ്റ് ഡ്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നേരിട്ട് അങ്ങ് കൂളൻ്റ് ഡ്രെയിൻ ചെയ്യാൻ പാടില്ല. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ വാമപ്പ് ആക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട കൂളൻ്റ് ഡ്രെയിൻ പ്ലഗിനെ നമ്മൾ ലൂസ് ചെയ്യുക. കൂളൻ്റ് വെളിയിലേക്ക് ലീക്കായി പോകാതിരിക്കാൻ വേണ്ടി ഒരു കണ്ടെയ്നറിനകത്തേക്ക് അത് സ്റ്റോർ ചെയ്യുക. ദെൻ കൂളൻ്റ് എല്ലാം ഡ്രെയിൻ ചെയ്തതിനു ശേഷം നമ്മൾ സ്യൂട്ടബിൾ ഗ്രേഡിലുള്ള കൂളൻറ്റിനെ നമ്മൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ വീണ്ടും എത്തിച്ചതിന് ശേഷം എവിടെയെങ്കിലും കൂളൻ്റ് ലീക്കേജസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ലീക്കേജസ് ഒന്നുമില്ലെങ്കിൽ ഓക്കെ. ലീക്കേജസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ലീക്കേജസ് പരിഹരിച്ചിട്ട് ആവശ്യമുള്ള കൂളൻറ്റിനെ വീണ്ടും ഫില്ല് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കൂളൻ്റ് ഡ്രെയിനിങ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് റിവേഴ്സ് ഫ്ലഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. വാഹനങ്ങളിൽ രണ്ട് രീതിയിൽ റിവേഴ്സ് ഫ്ലഷിംഗ് ചെയ്യാറുണ്ട്. എഞ്ചിനിലും റിവേഴ്സ് ഫ്ലഷിംഗ് ചെയ്യും, റേഡിയേറ്ററിലും ഫ്ലഷിംഗ് ചെയ്യും. റിവേഴ്സ് ഫ്ലഷിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്. കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വിപരീതമായിട്ട് നമ്മൾ ഫ്ലഷിംഗ് ചെയ്യുവാണ്. അപ്പം നമുക്ക് റേഡിയേറ്ററിനകത്ത് ഒന്നാമത്തെ ഫിഗറിൽ റേഡിയേറ്ററിനെ ഫ്ലഷ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. റേഡിയേറ്ററിനെ ഫ്ലഷ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഫ്ലഷിംഗ് ഗൺ വേണം. ആ ഫ്ലഷിംഗ് ഗണ്ണിനകത്ത് എന്തുകൊണ്ട്? എയറും വാട്ടറും ഉണ്ട്. അപ്പോൾ എയറിൻ്റെ പ്രഷറിൻ്റെ സഹായത്താലായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. ഈ ഫ്ലഷിംഗ് ഗൺ എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. റേഡിയേറ്ററിൻ്റെ ലോവർ ടാങ്കിലാണ് ഫിറ്റ് ചെയ്യുന്നത്. റേഡിയേറ്ററിൻ്റെ ലോവർ ടാങ്കിൽ നിന്നും അപ്പർ ടാങ്കിലേക്ക് ഫ്ലഷിംഗ് ഗണ്ണിൻ്റെ സഹായത്താൽ ഫ്ലഷിംഗ് കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ ഫ്ലഷിംഗ് മിശ്രിതത്തിനെ കടത്തി വിടുവാണ്. അപ്പോൾ വെള്ളവും ചില മിശ്രിതങ്ങളും കൂടെ ചേർത്താണ് നമ്മൾ കൂളൻറ്റിനെ ഫ്ലഷ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ബോട്ടം ടാങ്കിൽ നിന്നും അപ്പർ ടാങ്കിലേക്കാണ് ഈ ഫ്ലഷിംഗ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലഷിംഗ് ചെയ്യുമ്പോൾ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിൽ ഒരു ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയും.
ആ ഡിസ്ചാർജ് ട്യൂബ് വഴി എന്ത് ചെയ്യുന്നു, ആ റേഡിയേറ്ററിനുള്ളിൽ നിന്നും നമ്മുടെ റേഡിയേറ്ററിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. കുറേ കഴിയുമ്പോഴത്തേക്കും റേഡിയേറ്ററിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം വളരെ ഫ്രഷായിട്ട് തെളിഞ്ഞ വെള്ളം വരുന്നതാണ്. അപ്പോഴും നമുക്ക് റേഡിയേറ്റർ ക്ലീൻ ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ റേഡിയേറ്ററിനെ നമുക്ക് ഫ്ലഷ് ചെയ്തു. അപ്പോൾ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുമ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള പ്രഷറൊന്നും അവിടെ കൊടുക്കാൻ പാടില്ല. കാരണം റേഡിയേറ്ററിൻ്റെ കോറ് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് റേഡിയേറ്റർ കോറ് ഡാമേജ് ആയി പോകാതെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ ഫ്ലഷ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എഞ്ചിനിലേക്ക് കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്ന പാസേജിന് ഓപ്പോസിറ്റ് ആണല്ലോ ഫ്ലഷ് ചെയ്യേണ്ടത്. എഞ്ചിനിൽ നിന്ന് എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? എഞ്ചിനിൽ നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിൽ നിന്നും സിലിണ്ടർ ഹെഡിലേക്കായിരിക്കും കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. സിലിണ്ടർ ഹെഡിൽ അല്ലെങ്കിൽ നമ്മുടെ കൂളൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് പാസേജിലാണ് നമ്മൾ ഇവിടെ ഫ്ലഷിംഗ് ഗൺ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തെർമോസ്റ്റാറ്റ് വാൽവിനെ റീപ്ലേസ് ചെയ്തിരിക്കണം, മസ്റ്റാണ്. തെർമോസ്റ്റാറ്റ് വാൽവിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലഷിംഗ് ഗണ്ണിന് റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്ക് പ്രവേശിക്കുന്ന ആ ഭാഗത്തെ അല്ലെങ്കിൽ എഞ്ചിൻ്റെ കൂളൻ്റ് ഔട്ട്ലെറ്റ് ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ വാട്ടർ പമ്പിൻ്റെ ആ സൈഡിൽ കൂടെ ആയിരിക്കും ഡിസ്ചാർജ് ട്യൂബ് കണക്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ കൂളൻറ്റിനെ ഫ്ലഷ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഡിസ്ചാർജ് ട്യൂബ് വഴി പുറത്തേക്ക് വരുന്ന നമ്മുടെ ഫ്ലഷിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലഷ് ആകുന്നത് വരെ, അല്ലെങ്കിൽ ഫ്ലഷിംഗ് ലിക്വിഡ് എന്ന് പറയുന്നത് ഫ്ലഷ് ആകുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും റിവേഴ്സ് ഫ്ലഷിംഗ് എന്ന് പറയുന്നത്. വളരെ പ്രധാനമായിട്ട് എഞ്ചിൻ്റെ ഭാഗം വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സാണ്. റിവേഴ്സ് ഫ്ലഷിങ്ങിൻ്റെ ഒരു പ്രൊസീജിയറാണ്, ഞാൻ വായിക്കാം. ദ കൂളിംഗ് സിസ്റ്റം ഷുഡ് ബി ക്ലീൻഡ് പീരിയോഡിക്കലി ടു റിമൂവ് റസ്റ്റ്, സ്കെയിൽ എക്സെട്ര, ടു സർക്കുലേറ്റ് വാട്ടർ or a cleansing fluid through in reverse of the normal circulating of cooling system. It is done by a special tool called flushing gun. First, remove the thermostat and disconnect the upper radiator hose. Then disconnect the lower radiator hose at the water pump. Insert the flushing gun in the water outlet and a discharge tube at the water inlet of the engine. Flush the engine till the water comes clean. While flush the radiator, limit the pressure, otherwise damage the radiator core. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ ഫ്ലഷ് ചെയ്യാൻ പോകുന്നെങ്കിൽ ആ ഭാഗത്തെ തെർമോസ്റ്റാറ്റ് വാൽവിനെ ഇളക്കി മാറ്റിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. റേഡിയേറ്ററാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ റേഡിയേറ്ററിനകത്തേക്ക് കൊടുക്കുന്ന പ്രഷർ വളരെ കുറച്ചാണ്, കാരണം റേഡിയേറ്റർ കോർ ഡാമേജ് ആയിപ്പോൾ. ഫ്ലഷിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് എവിടെയാണ്? എഞ്ചിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഫ്ലഷ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എഞ്ചിനിലെ നോർമൽ കൂളൻ്റ് സർക്കുലേഷൻ എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം മുകളിൽ നിന്ന് താഴേക്കാണ് ഫ്ലഷിങ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ റേഡിയേറ്റർ ചെയ്യുമ്പോഴോ അടിയിൽ നിന്ന് മുകളിൽ അല്ലെങ്കിൽ ബോട്ടം ടാങ്കിൽ നിന്നും ടോപ്പ് ടാങ്കിലേക്കായിരിക്കണം ഫ്ലഷ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത, എഞ്ചിൻ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ട്രബിളാണ്. ഈ ട്രബിളിനുണ്ടാകുന്ന കാസസ് ആൻഡ് റെമഡീസ് ആണ്, കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ലോ കൂളൻ്റ് ലെവൽ. റെമഡി എന്താണ്? ടോപ്പ് അപ്പ്. കൂളൻ്റ് ലെവൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ, ലൂസ് ഫാൻ ബെൽറ്റ്. ഫാൻ ബെൽറ്റ് ലൂസ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ വാട്ടർ പമ്പിൻ്റെ പ്രവർത്തനത്തിനെ അത് ബാധിക്കും. അഡ്ജസ്റ്റ് ഇറ്റ്. ഫാൾട്ടി വാട്ടർ പമ്പ് ഡാമേജ് ആണെങ്കിൽ എന്ത് വേണം? റീപ്ലേസ് അല്ലെങ്കിൽ റിപ്പയർ. കൂടുതലും റിപ്പയറിങ്ങിനേക്കാൾ കൂടുതൽ ഇപ്പോൾ റീപ്ലേസിംഗ് ആണ് നടക്കുന്നത്. ലീക്കി റേഡിയേറ്റർ ആൻഡ് ഹോസസ്. റേഡിയേറ്റർ ലീക്ക് ആവുന്നു അല്ലെങ്കിൽ റേഡിയേറ്റർ ഹോസിനുള്ള ലീക്ക്, ബ്രേസിംഗ് ദ റേഡിയേറ്റർ ഓർ റീപ്ലേസ്. ഫാൾട്ടി തെർമോസ്റ്റാറ്റ് വാൽവ്, റീപ്ലേസ് ഇറ്റ്. സ്കെയിൽ ഫോർമേഷൻ ഇൻ വാട്ടർ ജാക്കറ്റ്, റിവേഴ്സ് ഫ്ലഷിംഗ്. സ്കെയിൽ ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? എഞ്ചിൻ്റെ കൂളൻ്റ് വാട്ടർ ജാക്കറ്റ് ഭാഗത്തോ അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ കോറിലോ അല്ലെങ്കിൽ ട്യൂബിലോ ഒക്കെ എന്ത് ചെയ്യുന്നു, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഫ്ലോയെ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്താണ് നമ്മൾ റിവേഴ്സ് ഫ്ലഷിംഗ് ചെയ്യേണ്ടത്. ഡാമേജ് ഹെഡ് ഗ്യാസ്കറ്റ്, റീപ്ലേസ് ഇറ്റ്. സീലിംഗ് ഡമ്മി കൊറോഡ്, അതായത് സീലിംഗ് ഡമ്മി എന്ന് പറയുന്ന സിലിണ്ടർ ബ്ലോക്കിലും സിലിണ്ടർ ഹെഡിലും ഒക്കെ നമ്മുടെ ഈ കൂളൻ്റ് വാട്ടർ ജാക്കറ്റ് പാസേജ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു തരം ഡമ്മി ഉണ്ട്. ലൈറ്റ് ആയിട്ടുള്ള മെറ്റൽസ് കൊണ്ടാണ് നിർമ്മിച്ചത്. അത് കൊറോഡായി പോകും, ദ്രവിച്ചു പോകും. ആ സമയത്ത് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ എൻജിൻ കൂളിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഉടൻ തന്നെ വാട്സാപ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.